ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ഏത് നദിയിലാണ് ദുൽഹസ്തി പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് ദുൽഹസ്തി പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? ചിനാബ് നദിയിലാണ് ദുൽഹസ്തി പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 2025 കയർ കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ്? 2025 കയർ കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ്? ആലപ്പുഴയാണ് 2025 കയർ കോൺക്ലേവിൻ്റെ വേദി എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശാസ്താംകോട്ട. വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ID കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം? വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ID കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. 2025 ആയുർവേദ ദിനം ആചരിച്ചത് എന്നാണ്? 2025 ആയുർവേദ ദിനം ആചരിച്ചത് എന്നാണ്? സെപ്റ്റംബർ 23. നാസയും ISROയും സംയുക്തമായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 2 ആണ്. 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. വേൾഡ് ഫുഡ് ഇന്ത്യ 2025 പാചക ആഘോഷമേള വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദിയായത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സ്പെയിനാണ്. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 134ാം സ്ഥാനമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത്. 1ാം സ്ഥാനം സ്പെയിനാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. ക്രിബ് എന്ന ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ സംസ്ഥാനം? ക്രിബ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ സംസ്ഥാനം എവിടെയാണ്? കർണാടകയാണ് ക്രിബ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. പഞ്ചാര ബോർഡ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുള്ള അട്ടക്കട്ടി. ഏത് സാമൂഹ്യ മാധ്യമവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് ചൈനയും US-ഉം കരാറിലായത്? ടിക്ടോക്കുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനാണ് ചൈനയും USA-യും കരാറിലായത്. ലോക തേക്ക് കോൺഫറൻസ് 2025 വേദി എവിടെയാണ്? കൊച്ചിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് നിയമിതനായത് ജസ്റ്റിസ് PV ആശ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമുവാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCI പ്രസിഡന്റായി ആയത് ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ പ്രസിഡന്റായത് ആരാണ്? മിഥുൻ മൻഹാസ് ആണ്. ഇന്ത്യയിലെ ആദ്യ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാണ്? രാം ചരൺ ആണ്. 2025 ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദി എവിടെയാണ്? റഷ്യയാണ്. 2025 ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദിയായത് റഷ്യയാണ്. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഏതാണ്? മാസിക ഏതാണ്? രാജഹംസം. ഏത് മാസികയാണ് പുറത്തിറങ്ങുന്നത്? രാജഹംസമാണ് രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക. 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം നേടിയത് ആരാണ്? 2025 ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം നേടിയത് ആരാണ്? ഗോകുലം ഗോപാലൻ. നിലവിൽ ലോട്ടറി, ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്കുള്ള GST എത്ര ശതമാനമാണ്? നിലവിൽ ലോട്ടറി, ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്കുള്ള GST എത്ര ശതമാനമാണ്? 40% നിലവിലെ GST നിരക്ക്. 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം എവിടെയാണ്? 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് ശാരദാ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഴിമതി തടയാൻ ആദ്യ AI മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അൽബേനിയ. കേരള അർബൻ കോൺക്ലേവ് 2025 വേദി. കേരള അർബൻ കോൺക്ലേവ് 2025 വേദി എവിടെയാണ്? കൊച്ചി. കേരള ബിസിനസ് സമ്മിറ്റ് 2025 വേദി. കേരള ബിസിനസ് സമ്മിറ്റ് 2025 വേദി എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ അർബൻ കോൺക്ലേവ് 2025 വേദി കൊച്ചിയും കേരള ബിസിനസ് സമ്മിറ്റ് 2025 വേദി ന്യൂഡൽഹിയുമാണ്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ആരാണ്? ഹരോൾഡ് ഡിക്കി ബേർഡ്. മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ ആരാണ്? ആചാര്യ ദേവവ്രതാണ്. റഷ്യ പുതുതായി വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ ഏതാണ്? എൻഡറോമിക്സ് ആണ്.
എൻഡറോമിക്സ് ആണ് റഷ്യ പുതുതായി വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ. ഡ്രീംസ് ഓഫ് എ ഡ്രീമർ എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് അനസൂയ ഷാജിയാണ്. ആരാണ്? അനസൂയ ഷാജിയാണ് ഡ്രീംസ് ഓഫ് എ ഡ്രീമർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം രചിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാന്റിലിവർ ഗ്ലാസ് കൈ വാക്ക് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. സെപ്റ്റംബർ 12 ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ഏതാണ്? സെപ്റ്റംബർ 12 ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ഏതാണ്? INS ആരവലി. INS ആരവലി. മികച്ച ഏഷ്യൻ നടനുള്ള 2025 സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാള നടൻ ആരാണ്? മികച്ച ഏഷ്യൻ നടനുള്ള 2025 സെപ്റ്റിമിയസ് അവാർഡ് നേടിയ മലയാള നടൻ ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ്. അനുദിൻ ചാൻ വീരാക്കോൾ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? തായ്ലൻഡ് പ്രധാനമന്ത്രിയാണ് അനുദിൻ ചാൻ വീരാക്കോൾ. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരാണ്? ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അസ്ഹറുദ്ദീൻ. അസ്ഹറുദ്ദീനാണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി. ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 നടന്നത്? 172ാമത്തെ ആഘോഷമാണ് 2025 നടന്നത്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യ $6.8 കോടി സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? മൗറീഷ്യസ് ആണ്. 2025 സെപ്റ്റംബറിൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട നാവികസേനയുടെ പടക്കപ്പൽ ഏതാണ്? INS കബ്ര. ഏതാണ്? INS കബ്രയാണ് നങ്കൂരമിട്ട പടക്കപ്പൽ. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ആരാണ്? T പത്മനാഭൻ. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് T പത്മനാഭൻ. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? സുശീല കാർക്കി. അപ്പോൾ നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. 2025 ചൈനയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? താബ. 2025 ചൈനയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? താബയാണ്. താബ. ഗസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് T പത്മനാഭൻ. ഫ്രാൻസ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഫ്രാൻസിലെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? സെബാസ്റ്റ്യൻ ലേക്കോർനു ആണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണന്റെ സ്വദേശം ചോദിച്ചാൽ തമിഴ്നാട് സ്വദേശിയാണ്. മുൻപ് മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് ചുമതലയേറ്റിട്ടുണ്ട്. പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റിയ രാജ്യം ഏതാണ്? പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധവകുപ്പ് എന്ന് മാറ്റിയ രാജ്യം അമേരിക്ക. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പേരാമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്. നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ആരാണ്? ലോറൻ വോങ് ആണ്. നിലവിലെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ആരാണ്? ലോറൻ വോങ് ആണ്. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് S-400 പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്? ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്? റഷ്യയിൽ നിന്നാണ് S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം. ആദ്യ സംസ്ഥാനം. നികുതി വെട്ടിച്ചെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഏഞ്ചൽ റെയ്നർ. ബ്രിട്ടനിലെ പുതിയ ഉപപ്രധാനമന്ത്രി ആരാണ്? ഡേവിഡ് ലാമി. പുതിയ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമിയാണ്. നികുതി വെട്ടിച്ചെന്ന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചത് ഏഞ്ചൽ റെയ്നറുമാണ്. ഏഞ്ചൽ റെയ്നർ രാജിവെച്ചു. അവർ നികുതി വെട്ടിച്ചെന്ന പേരിലാണ്. 2025 സെപ്റ്റംബർ രാജിവെച്ച് ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബയാണ്. ജപ്പാൻ പ്രധാനമന്ത്രി രാജിവെച്ചു. ആരാണ്? ഷിഗേരു ഇഷിബ. ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 നടന്നത്? 171ാമത്തെ ആഘോഷമാണ് 2025 നടന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ്റെ അതായത് ABCയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ABCയുടെ ചെയർമാനായിട്ട് നിയമിതനായത്? കരുണേഷ് ബജാജ്. ABCയുടെ ചെയർമാനായി നിയമിതനായത് കരുണേഷ് ബജാജാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 നടന്നതെന്ന് ചോദിച്ചാൽ 171ാമത് ആഘോഷമാണ് നടന്നത്. സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.